എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് NIA ഏറ്റെടുത്തേക്കും. NIAയുടെ കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചു. പ്രതി ഷാരൂഖ് സേഫിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും. വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഈ തീവെപ്പുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പൂർണ്ണമായി മാറിയിട്ടില്ല. ഇപ്പോൾ കേസ് NIA ഏറ്റെടുത്തേക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫിജി, തീർച്ചയായും കേസ് NIA ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായി NIA ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം NIAയുടെ ദക്ഷിണ മേഖല DIG കാളിരാജ് മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോടെത്തി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. ആ പ്രാഥമിക റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇക്കാര്യം നമ്മളെല്ലാം തന്നെ നൽകിയതാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്. NIA ഈ കേസ് ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു നടപടി കൂടിയാണിത്. അതിനു മുന്നോടിയായി കോഴിക്കോട് ATSന്റെ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ATSന്റെ സംഘം ഇന്ന് കോഴിക്കോട് എത്തിയിട്ടുമുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ സംഘമാണ് കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ പ്രതി രക്ഷപ്പെട്ട മഹാരാഷ്ട്രയിൽ നിന്നുള്ള ATS ആണ്. ഒന്ന്, ഈ പ്രതിയെ പിടികൂടി ആദ്യം ചോദ്യം ചെയ്തത് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ATS ആയിരുന്നു. കൂടാതെ ഉത്തർപ്രദേശ് ATSും ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഈ പ്രതി പ്രധാനമായും ഷാരൂഖ് സേഫി ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ നോയിഡയിൽ മരപ്പണിക്കാരനായിരുന്നു. നേരത്തെ ഈ കേസിൽ ആദ്യം നോയിഡ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു നടന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിലെ ATSും കോഴിക്കോടേക്ക് എത്തിയത്. അതിനു പുറമെയാണ് തെലങ്കാനയിൽ നിന്നുള്ള ATS എത്തിയിരിക്കുന്നു. തെലങ്കാനയിൽ നിന്നുള്ള ATS ഇവിടേക്ക് എത്തിയതിന്റെ കാരണം എന്തായാലും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അതേ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാകേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രതിയുമായുള്ള തെളിവെടുപ്പിന് പുറപ്പെടാൻ പോലീസ് സംഘം ഒരുങ്ങുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നിന്നുള്ള പ്രധാന വാർത്ത. കോഴിക്കോട് മാലൂർ കുന്നിലെ AR ക്യാമ്പിലേക്ക് പോലീസ് വാഹനങ്ങളെല്ലാം എത്തിയിരിക്കുന്നു. അതിനു പുറമെ 2 ഫോർച്യൂണർ വാഹനങ്ങളും എത്തിച്ചിട്ടുണ്ട്. നേരത്തെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും പ്രതിയുമായി കേരള പോലീസ് ആദ്യം തലപ്പാടി വരെ എത്തിയത് ഇന്നോവയിലും പിന്നീട് അതിനുശേഷം ഫോർച്യൂണറിലാണ് തലപ്പാടിയിൽ നിന്നും കണ്ണൂർ വരെ പ്രതിയെ എത്തിച്ചത്. ഫോർച്യൂണറിന്റെ ടയർ പഞ്ചറായത് യാത്രക്കിടെ പാതി വഴിയിൽ നിൽക്കേണ്ടി വന്നതെല്ലാം തന്നെ വലിയൊരു വിവാദമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തെളിവെടുപ്പിനായി 2 ഫോർച്യൂണർ വാഹനങ്ങളാണ് പോലീസ് വാഹനങ്ങൾക്ക് പുറമെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയുമായി അല്പസമയത്തിനകം തന്നെ പോലീസ് സംഘം തെളിവെടുപ്പിന് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ കണ്ണൂരിലേക്കായിരിക്കും ആദ്യം പ്രതിയുമായി പോവുക എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കണ്ണൂരിലാണ് ഈ അക്രമം നടന്ന ട്രെയിനിന്റെ 2 ബോഗികൾ D1, D2 കോച്ചുകൾ കണ്ണൂരിലാണ് ഉള്ളത്. ശരി റിയാസ്.